എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾ എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ നിലവിൽ അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ നമ്മുടെ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ സൂം ക്ലാസ്സിൽ ജനറൽ ക്ലാസ്സിൽ നമ്മൾ അത്ര ഡീപ്പായിട്ട് സംസാരിക്കാത്ത ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ മെഡിറ്റേഷൻ ക്ലാസ്സുകളിലുമൊക്കെയാണ് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാറുള്ളത്. പബ്ലിക്കിൽ അങ്ങനെ സംസാരിക്കുന്നത് വളരെ വിരളമാണ്. നമ്മൾ മറ്റു കാര്യങ്ങളെ പറ്റി, പണത്തിനെ പറ്റിയിട്ടും മറ്റു കാര്യങ്ങളൊക്കെ പറ്റി, ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകണം എന്നുള്ള ഒരു തോന്നൽ അടുത്ത കുറെ കാലങ്ങളായിട്ട്, കുറച്ച് ദിവസങ്ങളായിട്ടാണ് ആൾക്കാർ എന്നോട് അതിനെപ്പറ്റി സംസാരിച്ചു നോക്കുമ്പോൾ ആ വിഷയങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കണം എന്നുള്ള ഒരു തോട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള റെക്കോർഡിംഗ് ആണിത്. അപ്പോൾ നേരത്തെ ഈ സൂം ക്ലാസ് നടന്നപ്പോഴും ആൾക്കാര് അതറിയാൻ താല്പര്യമുണ്ട്, അതറിയണം എന്നുള്ള ഒരു ഇത് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇപ്പൊ ആ ക്ലാസ് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ തോന്നി അതൊന്ന് വിശദമായിട്ട് പറഞ്ഞു കളയാം, സംസാരിച്ചു കളയാം എന്ന് കരുതിയിട്ടാണ് ഒരു ഡീറ്റെയിൽസ് സ്റ്റഡീസിലേക്ക് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ പൊതുവെ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ സർട്ടിഫൈഡ് ട്രെയിനർ, അതുപോലെ തന്നെ ന്യൂറോ സയൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മേഖലകളെല്ലാം ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ പറ്റിയും ക്വാണ്ടം ഫിസിക്സും ഒക്കെ ഞാനൊരു വിഷയമായി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനെപ്പറ്റി ഗ്രഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ അത്രേ പറയാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിത വിജയം, നേരത്തെ പറയാനുള്ള കാരണം വെച്ചാൽ നമ്മുടെ ക്ലാസ് ഉണ്ട് ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്, ദ ലൈഫ് സക്സസ്, സീക്രട്ട് ഓഫ് ലൈഫ് സക്സസ് എന്ന് പറയുന്ന ക്ലാസ് നമുക്കുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാറി കുറച്ചും കൂടി ഡീപ്പിൽ പോയപ്പോൾ ഡീപ്പിൽ കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, ആത്മീയമായിട്ട് എങ്ങനെയാണ് ഇതിനെ സംഭവിക്കുന്നതെന്ന് പറയാനാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കം ടു ദ സബ്ജക്ട്. വളരെ പെട്ടെന്ന് തന്നെ സബ്ജക്റ്റിലേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം കളില്ല. അപ്പോൾ നമ്മള് വളരെ കൃത്യമായി അവിടെ സംസാരിച്ച വിഷയം എങ്ങനെയാണ്, ആത്മാനം വിധി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ട്. അതായത് നമ്മുടെ ഉള്ളിലെ ശക്തിയെ കണ്ടെത്തുക, ഒരു അതിലൂടെ നമ്മൾ ഉയരുക എന്നുള്ളതാണ് സംസ്കൃത വാക്കിന്റെ അർത്ഥം. അപ്പോൾ അതിനെ നമ്മൾ സ്വയം അറിയുക എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് പറഞ്ഞത്. സ്വയം അറിയുക എന്നത് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് വളരെ 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 ഫണ്ടമെന്റൽ ആയിട്ട് തത്വാധിഷ്ഠിതമായി നമ്മുടെ സംസ്കാരത്തിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് അവയർനെസ് എന്നിപ്പോ പൊതുവായിട്ട് നമ്മൾ ബാക്കിയെല്ലാ ശാസ്ത്രങ്ങളിലും സെൽഫ് അവയർനെസ്, പക്ഷെ അതിനനുസരിച്ച് സ്വയം അറിയാവുക, അതായത് നമ്മളെ തന്നെ അറിയാനുള്ള ആ ആത്മജ്ഞാനത്തിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത വിജയം എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സംഭവം, അല്ലെങ്കിൽ സ്വയം അറിയുക എന്ന് പറയുന്ന ഒരു തത്വചിന്ത മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള സയന്റിഫിക്കലും ന്യൂറോ സയന്റിഫിക്കലും അതുപോലെ ക്വാണ്ടം ഫിസിക്സും എനർജി അലൈൻമെന്റ്സുമായി യൂണിവേഴ്സൽ എനർജിയുമായിട്ടുള്ള ഒക്കെ ഇതെങ്ങനെയാണ് ഈ കണക്ട് ചെയ്ത് പോകുന്നത്, എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സബ്ജക്റ്റിൽ താല്പര്യമുണ്ട്, ഇത് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് റെഡി ആയിക്കോളൂ, ടൈപ്പ് ചെയ്തോളൂ, ഐ എം റെഡി റിസീവ് എന്നുള്ള സംഭവത്തിൽ റെഡി ആയിക്കോളൂ. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് വിശദമായി മാക്സിമം പറയാൻ ശ്രമിച്ചു നോക്കാം ഈ ക്ലാസ്സിൽ എത്രത്തോളം നമുക്ക് പറ്റുമെന്ന്. കാരണം ഇതൊരു വലിയൊരു, ഈ കാണുന്ന പോലെ ഒരു അണ്ടഘടാകത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അണ്ടഘടാകത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ചെറിയ സമയം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പക്ഷെ അണ്ടഘടാകത്തെ കൺസീവ് ചെയ്യാനുള്ള നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി എങ്ങനെയാണ്, ഇത് എവിടെയാണ് നടക്കുന്നത്, എന്താണ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും താല്പര്യത്തോടെ ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ വെക്കുക. സോ ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് കടക്കാം. ഓക്കെ, നോക്കൂ, നമ്മൾ ആ വാക്ക് ഒന്നുകൂടി പറയാം. ആത്മാനാം വിദ്ധി എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാനുള്ള ഒരു ശാസ്ത്രീയവും ആത്മീയവുമായ യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ പൂർവികർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞൊരു മഹത്തായ സത്യമുണ്ട്. ആ സത്യമാണ് ഈ ഇപ്പോൾ നിങ്ങൾ കേട്ടത്, നിങ്ങളെ തന്നെ അറിയുക എന്നത്. ഈ വാക്കുകൾ നമ്മൾ ചിലപ്പോൾ വളരെ ലളിതമായ ഒരു ഉപദേശമായിട്ടൊക്കെ കണ്ടെന്ന് വരാം. പക്ഷെ അതൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ അസ്തിത്വത്തിന്റെ ആഴത്തിലേക്കുള്ള വെളിച്ചം വീഴുന്ന ഒരു താക്കോലായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. നീ തന്നെയാണ് ദൈവം, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്, നീ തന്നെയാണ് ദൈവവും, അല്ലെങ്കിൽ ദൈവം നിന്നിലെ ഭാഗമാണ് എന്ന് പറയുന്ന തത്വ ചിന്ത, നീ തന്നെയാണ് സൃഷ്ടാവ് അല്ലെങ്കിൽ സൃഷ്ടിക്ക് കാരണമായത് എന്ന് ഗുരുദേവൻ പറഞ്ഞ പോലുള്ള അതിശക്തമായ
ഈ പ്രസ്താവന നമുക്ക് കേൾക്കുമ്പോൾ പലർക്കും ഇതൊരു അതിശയോക്തിയായി തോന്നിയേക്കാം. ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെ എങ്ങനെ സംഭവിക്കും? നമ്മൾ ഒരു ഇവിടെ ജനിച്ച് വളരുന്നുണ്ടെങ്കിൽ അതിന് ക്രിയേറ്റർ ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തോ ഒരു കാരണം, ആരോ എന്തോ കാരണങ്ങളാണ് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതിന്റെ വലിയ മറ്റു ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മൾ യോഗ്യമായിട്ട് എടുക്കുമ്പോൾ ഒരു ക്രിയേറ്റർ ഉണ്ട്. ആ ക്രിയേറ്റർ ഒന്നിനെ ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ക്രിയേറ്ററിൽ ഉള്ളതിന്റെ ഭാഗം തന്നെയാണ് ഈ ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടാവുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ക്രിയേറ്ററിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിലാകുന്ന ക്രിയേഷനിലും ഉണ്ടാകും. അപ്പൊ ക്രിയേഷനും ക്രിയേറ്ററും ഒന്നായി തീരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനോട് താതാത്മ്യപ്പെടുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോ ആത്മാനാം വിദ്ധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വയം അറിയുക എന്ന് പറയുന്ന ഒരു ആത്മീയമായ സങ്കല്പം മാത്രമല്ല, ആധുനിക ശാസ്ത്രം പോലും ശരിവെക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഒന്ന് തിരിച്ചറിയുക. അത് സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, എന്താണ് ഇതിന്റെ ശരിയായ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സെഷനിലൂടെ നമ്മൾ നമ്മുടെ പുരാതനമായ ജ്ഞാനത്തെയും ആധുനിക ശാസ്ത്രത്തെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ സത്യം എങ്ങനെ ശാസ്ത്രീയമായി നമ്മളിൽ സ്ഥാപിക്കാമെന്നും നമ്മളുടെ ഉള്ളിലെ അനന്തമായ ശക്തിയെ എങ്ങനെ കണ്ടെത്താമെന്നും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അതിനുള്ള ഒരു പാഠം നമുക്ക് ശ്രമിച്ചു നോക്കാം. നോക്കൂ, ഇവിടെ നമുക്ക് അറിയേണ്ട ചില തത്വങ്ങൾ, മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. നമ്മുടെ ഉപബോധ മനസ്സാണ്, സബ് മൈൻഡാണ് നമ്മുടെ മുഴുവൻ കാര്യങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നതെന്ന് നമുക്കറിയാം. അത് ഏത് രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനപ്പുറത്തേക്ക് നമ്മളതിനെ മറ്റ് എനർജി എടുത്താലും എങ്ങനെ എടുത്താലും എവറിഥിങ് ആ സബ് മൈൻഡിനായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സബ് മൈൻഡിന്റെ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നതിലൂടെ അതിനെ നമ്മൾ ധ്യാനത്തിലൂടെയും ന്യൂറോപ്ലാസ്റ്റിക്സിറ്റിയിലൂടെയും അല്ലെ ക്വാണ്ടം ഫിസിക്സിലൂടെയും എനർജിയെ പറ്റിയൊക്കെ പറഞ്ഞു വരുമ്പോൾ വിഷയങ്ങളിലൊക്കെ കടന്നുപോയിക്കൊണ്ട് നമുക്കിതൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ആഴമേറിയ പരിവർത്തനപരമായ യാത്രക്ക് നമുക്ക് ആരംഭിക്കാം. അപ്പൊ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് റീപ്രോഗ്രാമിംഗ് ദ സബ് മൈൻഡ് എന്ന് പറയുന്ന സയന്റിഫിക്കൽ ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ്. നമ്മുടെ മൈൻഡിനെ എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഞാൻ ക്ലാസ്സിൽ ഇത് വളരെ വിശദമായി തന്നെ പറഞ്ഞത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ സബ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുന്ന പല സെഷൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഇത്രമാത്രം മനസ്സിലാക്കുക, നമ്മുടെ യഥാർത്ഥ വിജയത്തിന്റെ ആരംഭം നമ്മുടെ ഉള്ളിൽ നിന്നാണ് എന്നുള്ളത് സമ്മതിച്ചേ പറ്റുള്ളൂ. അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നീ തന്നെ നിന്റെ ഉയർന്നതായ ആത്മാവിനെ ഉയർത്തേണ്ടതാണ്. നമ്മുടെ ഭഗവത്ഗീതയിൽ പറഞ്ഞ ഉദ്ധരേതാത്മാനം എന്ന് പറയുന്ന പോലെ നീ തന്നെ നിന്റെ ഉയർന്നതായ ആത്മാവിനെ ഉയർത്തേണ്ടതാണ് എന്നുള്ള ഇതിനർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിന്താ മാതൃകകളും വിശ്വാസങ്ങളും പുനഃസംയോജിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ്. നമ്മുടെ ഉപബോധ മനസ്സ്, സബ് മൈൻഡ് ഉള്ള ഒരു ഡാറ്റാബേസിനെ നമ്മൾ പരിവർത്തനപ്പെടുത്തി പുതുക്കി കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമ്മൾ കുട്ടിക്കാലം മുതലും അല്ലെങ്കിൽ നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ സബ് മൈൻഡിലെ ഡാറ്റാബേസിനെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക്, അതായത് നമ്മളെ വിവരങ്ങളിലൂടെ നമ്മുടെ വിശ്വാസങ്ങളിലൂടെയും സ്വഭാവങ്ങളുടെയും ശീലങ്ങളിലും കൂടി രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഡാറ്റാബേസിനെ നമുക്ക് ആവശ്യമുള്ള തരത്തിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ വിജയം സംഭവിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് സൈക്കോളജി, ആധുനികമായ പോസിറ്റീവ് സൈക്കോളജി ഇതിനെ പറയുന്നത് വാട്ട് യു കൺസിസ്റ്റൻസ്ലി തിങ്ക് ആൻഡ് അഫേം ബിക്കം യുവർ ബിലീഫ് സിസ്റ്റം എന്നാണ്. നിങ്ങൾ സ്ഥിരമായി ചിന്തിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വിശ്വാസ വ്യവസ്ഥയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന പരിമിതമായ വിശ്വാസങ്ങളെ, ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമ്മളെ പിന്നോട്ട് വലിക്കാൻ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. അല്ലെങ്കിൽ ആ പതിഞ്ഞു കിടക്കുന്ന ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റത്തിനെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിജയം സംഭവിക്കും. ഇപ്പൊ പൊതുവെ നമുക്ക് പറഞ്ഞു പോകുന്നത് എനിക്കത് ചെയ്യാൻ കഴിയില്ല, ഞാൻ വിജയിക്കില്ല തുടങ്ങിയ ചിന്തകൾ നമ്മുടെ സാധ്യതകൾ ഇല്ലാതാക്കുമ്പോൾ നമ്മൾ ഉപബോധ മനസ്സിനെ പോസിറ്റീവായി പരിശീലിപ്പിച്ചാൽ നമ്മുടെ വിജയത്തിന് അത് വലിയ സഹായിയായി മാറും. ഇതിനെ മറ്റു രീതിയിൽ മാറ്റിയെടുക്കാം. ഇത് എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് എന്നുള്ള 5 ഘടകങ്ങളെ പറ്റി ഞാൻ കൃത്യമായിട്ട് നമ്മുടെ
മനസ്സൊരു വിസ്മയം എന്ന പുസ്തകത്തിലും അതുപോലെ തന്നെ ബാക്കി എല്ലാ പുസ്തകങ്ങളും നമ്മൾ കൃത്യമായി പറയുന്നുണ്ട് ഉപബോധ മനസ്സിനെ എങ്ങനെയാണ് ഡീപ്രോഗ്രാം ചെയ്യുന്നത്. പോസിറ്റീവ് അഫർമേഷൻസ് പോലുള്ള, മിറർ വർക്ക് പോലുള്ള, ജേർണലിംഗ് പോലുള്ള, ദൃശ്യവൽക്കരണം പോലുള്ള 4 കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ വിശദമായി പറയും. പക്ഷെ ഇവിടെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് വീണ്ടും സമയം പോകുന്നില്ല. ഒരുപാട് ഞാൻ ഇന്ന് നമ്മൾ സ്പിരിച്വാലിറ്റിയുമായി കണക്ട്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതും നമ്മുടെ സയന്റിഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും, അതായത് നമ്മുടെ എന്താ പറയാ നമ്മുടെ നമ്മുടെ സൈക്കോളജിയും, അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നിലവിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഫിലോസഫിക്കൽ ആയിട്ടുള്ള വിഷയവും ഇത് സയന്റിഫിക്കൽ ആയിട്ട് ഇതിനെങ്ങനെയാണ് കണക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, നടന്ന റിസർച്ചുകളൊക്കെ എങ്ങനെയാണ് ഇതിനെ പ്രൂവൻ ആക്കിയത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ധ്യാനം വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ധ്യാനം വഴി എങ്ങനെയാണ് ത്വരിത ബോധാവസ്ഥയിലേക്ക് നമ്മൾ എത്തുക, ആക്സസിങ് ഹയർ കോൺഷ്യസ് ത്രൂ ദ മെഡിറ്റേഷൻ എന്നതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് കോൺഷ്യസ് ആയി, അല്ലെങ്കിൽ ഹയർ കോൺഷ്യസുമായി കണക്ട് ചെയ്യുക, അല്ലെ ഉയർന്ന ബോധവുമായി എത്താനുള്ള ശ്രമമാണല്ലോ നമ്മൾ എല്ലപ്പോഴും നടത്തിയിരിക്കുന്നത്. അപ്പൊ ധ്യാനത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ കാര്യത്തിൽ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനമായ മാർഗമാണ് ധ്യാനം എന്ന് പറയുന്നത്. പതഞ്ജലി യോഗ സൂത്രമാണ് നമ്മൾ പൊതുവെ ധ്യാനത്തിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു സംഹിത എന്ന് പറയുന്നത്. യോഗ എന്ന് പറഞ്ഞാൽ യോഗ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിത്തവൃത്തി നിരോധ എന്നാണ് പറയുന്നത്. അതായത് മനസ്സിന്റെ വികാര പ്രവാഹങ്ങളെ തടയിടുക എന്നതാണ് യോഗയുടെ പ്രധാനമായ ലക്ഷ്യം. അപ്പൊ നമ്മുടെ മനസ്സിന് ഒന്നിലധികം നിലകളുണ്ട് എന്നത് മനസ്സിലാക്കുക. ബാഹ്യലോകത്തിൽ നിന്നുള്ള ഉത്തേജനങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ മനസ്സിന്റെ ഉപരിതലത്തിൽ നിറയുമ്പോൾ ആഴത്തിലുള്ള ആന്തരിക ശാന്തിയും ബോധവും അനുഭവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ പതഞ്ജലി ഇങ്ങനെയാണ് അതിനെ പറയുന്നത്. നമ്മൾ എപ്പോഴാണോ നമ്മൾ ബാഹിക ലോകത്തു നിന്നുള്ള നമ്മൾക്ക് കിട്ടുന്ന പ്രതികരണങ്ങളിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉപരിതലത്തിലുള്ള ആന്തരികമായ ശാന്തിയും ബോധവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും നമ്മൾ ഉള്ളിലേക്ക് ശ്രദ്ധിക്കൂ, ഉള്ളിലോട്ട് നോക്കൂ എന്ന് പറയുന്നതിന്റെ പ്രധാന തത്വം അതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമായി നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് ന്യൂറോ സയൻസ് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നതെന്ന് നോക്കാം. ന്യൂറോ സയൻസ് ഇതിനെ എങ്ങനെ ശരിവെക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, ഡിഫോൾട്ട് മൂഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സിസ്റ്റം നമുക്കുണ്ട്, DMN എന്ന് പറയും. അതായത് നമ്മൾ എപ്പോഴും ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ, അതായത് നമ്മൾ ബാഹ്യലോകത്തെ ഉത്തേജനങ്ങളിൽ പെടുമ്പോൾ നമ്മൾ ആശയക്കുഴപ്പത്തിൽ, അത് ശരിയാണോ, ഇത് ശരിയാണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ തലച്ചോർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് ഡിഫാൾട്ട് മൂഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്വയം കണക്കാക്കലുകളും പഴയ ഓർമ്മകളും ഞാൻ എന്ന അഹംബോധത്തെ ഉണർത്തുന്ന മേഖലയാണ്. അപ്പോൾ സെൽഫ് എസ്റ്റീം, സെൽഫ് ഈഗോയിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വയം ബോധത്തോടെ നമ്മെക്കുറിച്ച്, ആത്മാവിനെ കുറിച്ച്, ഭാവിയെ കുറിച്ച് ഒക്കെ കൂടുതലായി ചിന്തിക്കുകയോ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുകയോ പാഴ് ചിന്തകളോ ചെയ്യുമ്പോൾ ഈ ശൃംഖല വളരെ വ്യക്തമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ശൃംഖല പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആശയക്കുഴപ്പത്തിലാവുന്നു. അപ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ, നമുക്ക് എന്താ പറയാ, നമുക്ക് പീസ് ഓഫ് മൈൻഡിൽ ഇരിക്കാൻ സാധിക്കില്ല. പക്ഷെ എന്നാൽ നമ്മൾ ഡീപ്പ് മെഡിറ്റേഷനിൽ പോകുമ്പോൾ, ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിൽ പോകുമ്പോൾ ഈ DMN ഡൗൺ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് അതിന്റെ പ്രവർത്തനം കുറയുന്നു. അതോടെ അഹംബോധം ഇല്ലാതായി മാറുന്നു. അങ്ങനെ നമ്മുടെ തന്മയത്വം, അല്ല അഹംബോധം എന്ന വാക്കല്ല അർത്ഥം, നമ്മുടെ ഈഗോയിസം എന്ന് പറയുന്നത്, ഈഗോയിസം ഇല്ലാതാകുകയും ഇത് നമുക്ക് തന്മയത്വവും ശാന്തിയും അനുഭവവും നൽകുന്ന ആഴത്തിലുള്ള ബോധാവസ്ഥ നമുക്ക് സൃഷ്ടിക്കും. ഇത് അനുഭവിക്കാനാവും, ബോധാവസ്ഥ അനുഭവിക്കാനാവും. ഇത് യഥാർത്ഥത്തിൽ അനുഭവിച്ച് മാത്രം അറിയേണ്ട കാര്യമാണ്, പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അവനവൻ അനുഭവിക്കുന്ന മാത്രമാണ് ഇവിടെയുള്ള ഏക പോംവഴി. ഇത് ശാസ്ത്രീയമായിട്ട് നമ്മുടെ ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ജെഡ്സൺ ബ്രൂവർ
എന്ന് പറയുന്ന ഒരു സയൻസ് 2011 നടത്തിയ പഠനം, FMRI സ്കാനുകൾ ഉപയോഗിച്ച് നടത്തിയ പഠനത്തിൽ പരിചയസമ്പന്നരായ ഈ മെഡിറ്റേറ്റ് ചെയ്യുന്നവരിൽ നിന്നും DMA പ്രവർത്തനം കുറവാണെന്നും അത് അവർക്ക് കൂടുതലായിട്ട് വർത്തമാന കാലബോധത്തിലേക്കും സ്വയം ആയിട്ടുള്ള ചിന്തകളെയൊക്കെ, അതായത് ഇങ്ങനെ റാൻഡമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകളൊക്കെ ഇല്ലാതെ തോട്ട്സിനെയൊക്കെ വളരെ കുറക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ആ സ്റ്റേജിലൂടെ പോകും. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ട് ഈ തോട്ട്സ് ഒന്നും വളരെ കുറവാണ്. അനാവശ്യ ചിന്തകളൊന്നും നമ്മളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അത് കാലങ്ങളായിട്ട് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ ഗുണമായിട്ടാണ് വരുന്നത്. അപ്പൊ ധ്യാനം നമുക്ക് ഒരു ദാർശനിക വ്യാഖ്യാനങ്ങൾക്കായിട്ട് മാത്രമുള്ളതല്ല, പകരം അത് നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒരു ബയോളജിക്കൽ റീപ്രോഗ്രാമിംഗ് ആണ് എന്നുള്ളതാണ് സയന്റിഫിക് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ ആഴത്തിലുള്ള ധ്യാനം നടക്കുമ്പോൾ മനസ്സ് ഞാൻ ആം എന്നതിനപ്പുറത്തേക്ക് അയാം എന്ന് പറയുന്ന ഒരു ഈഗോ ഉണ്ടല്ലോ, ആ ഈഗോ മാറ്റുമ്പോൾ അതിന്റെ പിന്നിലുള്ള ആത്മബോധം തെളിയുന്നു. അതിലൂടെ അവൻ പതുക്കെ 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 അവനിലേക്ക് ഒഴുകുന്നുള്ള. ഇത് നമുക്ക് എളുപ്പമായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്ന ചെറിയ ഒരു ഐഡിയ പറഞ്ഞു. നമ്മൾ ഒരുപാട് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിത്യവും നമുക്ക് ചെയ്യാവുന്നതാണ്. വേറെ കൂടുതലായിട്ട് ചെയ്യേണ്ട വലിയ വിഷയമുള്ള കാര്യമില്ല. ഒരു 10-15 മിനിറ്റ് നേരം കണ്ണടച്ച ഒരു സ്ഥലത്ത് സ്വസ്ഥമായി ഇരുന്നതിന് ശേഷം ശ്വാസത്തെ മാത്രം നിരീക്ഷിച്ച് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നു, ആ സത്യം ഞാൻ ഉൾക്കൊള്ളുകയാണെന്നുള്ള ബോധത്തിൽ ആ മനസ്സിന്റെ ഉള്ളറവിലേക്കൊന്ന് ലയിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ ശബ്ദങ്ങളും ചിന്തകളും മറ്റു അവസ്ഥകളും ഒക്കെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. അതിനെ ഒന്നും ചെയ്യാതെ നിരീക്ഷിച്ച് അതിൽ പങ്കാളിയായി ജസ്റ്റ് ഇരുന്നാൽ മതി. തോട്ട്സുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് പല കാര്യങ്ങളും കേട്ടോണ്ടിരിക്കും. അപ്പുറത്തിപ്പുറത്തുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ അവിടെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാകുമ്പോഴും അതിനെയൊക്കെ നിരീക്ഷിച്ച് ദാറ്റ്സ് നോട്ട് മീ, അത് ഞാനല്ല എന്ന അവസ്ഥയിലേക്ക്, അതെന്നെ ബാധിക്കുന്നതല്ല എന്ന് പറയുന്ന ലളിതമായ കാര്യം, അതിലേക്ക് ഇരിക്കാൻ പറ്റുന്ന എന്നുള്ള ഒരു കാര്യത്തിൽ ആലോചിക്കാം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്റെ ചിന്തകളാണ് ഞാൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ എന്റെ ചിന്തകളാണോ? ഞാൻ വേറെയാണ്, ചിന്ത വേറെയാണ്, അല്ലെ? ഐ ആം നോട്ട് മൈ തോട്ട്സ്, ഐ ആം ദ പ്രസൻസ് ബിഹൈൻഡ് ദം എന്ന് പറയുന്നത്. അതായത് ഞാൻ ആ തോട്ട്സിന്റെ പിറകിലുള്ള സാന്നിധ്യമാണ് എന്ന ബോധം നമ്മൾ ഉയർത്താനുള്ള ഒരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പറ്റും. അതുപോലെ തന്നെയാണ് അന്വേഷണ ധ്യാനം പോലെ അക്വമായി എന്ന് പറയുന്ന മെഡിറ്റേഷൻസ്. അങ്ങനെ ഒരുപാട് മെഡിറ്റേഷൻസ്, ബ്രീത്ത് അവയർനെസ് മെഡിറ്റേഷൻസ്, മന്ത്രാസ്, ചാന്റിങ്, ശിവോഹം അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി, അതുപോലെ ഓം നമ ശിവായ പോലുള്ള മന്ത്രജപങ്ങൾ, അല്ലെങ്കിൽ ബ്രീത്തിങ് അവയർനെസ്, നമ്മുടെ പ്രാണായാമ, പ്രത്യാഹാര പോലുള്ള കാര്യങ്ങൾ, അതുമൊക്കെ ചെയ്യാൻ നമുക്ക്. ഇപ്പൊ ഇവിടെ ശാസ്ത്രീയമായി എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരുടെ ഈ തീറ്റ വേവ്സ്, അതായത് ഈ ബ്രെയിൻ സ്കാനേഴ്സ് വെച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് നമുക്ക് 4 സ്റ്റേറ്റ്സ് ആണ് ഫ്രീക്വൻസിയിലുള്ളത്. അതായത് ബീറ്റ, ആൽഫ, തീറ്റ, ഡെൽറ്റ, തീറ്റ, ഇങ്ങനെ 4ആണ്. അപ്പൊ തീറ്റയിലാണ് നമ്മൾ ഡീപ്പ് ആഴത്തിലുള്ള റിലാക്സേഷൻ നടക്കുന്നത്. ഡീപ്പ് റിലാക്സേഷൻ നടക്കുന്നത് തീറ്റ വേവ്സിലാണ്. അപ്പൊ ഈ തീറ്റ വേവ്സ് വളരെ ഉയർന്നു വരുന്നു. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആഴത്തിലുള്ള റിലാക്സേഷനിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നാണ് ധ്യാനത്തിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന്. ഇനി ന്യൂറോ കെമിക്കൽസ് ആയിട്ട് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് ഗാബ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നമ്മുടെ ബ്രെയിനിൽ. അതായത് ഗാമ എന്താ പറയാ അമിനോ ആസിഡ്, അമിനോവൈട്രോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് നമ്മുടെ ഇതിലുണ്ട്. അതുപോലെ തന്നെ ഡോപ്പമിൻ, സെറിട്ടൈൻ പോലുള്ള മനഃശാന്തി അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് നൽകുന്ന കെമിക്കൽസിന്റെ ഒക്കെ അളവ് വല്ലാണ്ട് കൂടാൻ ഇതിലൂടെ സാധ്യതയുണ്ട്, അല്ലെ കൂടുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള മാറ്റം എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം ഒക്കെ ക്രമപ്പെടുന്നു. മനസ്സിന്റെ ആകുലതകളായ അനാവശ്യ ചിന്തകൾ, ഭയം, അസൂയ, സങ്കടം, കുറ്റബോധം, അങ്ങനെ കുറെ മാലിന്യങ്ങളുണ്ട്. ഇതെല്ലാം മാറി അഹം എന്ന് പറയുന്ന നിലനിർത്തുന്നതിനുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറുന്നു. ആ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോൾ നമുക്ക് സ്വയം ദൈവികമായ ഒരു അവസ്ഥയിലേക്ക് ആ അവസ്ഥ അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്
ഇതിന്റെ ഏറ്റവും വലിയ. ഇനി ഈ കാര്യത്തിൽ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കണം, ഈ കാര്യത്തിൽ ആധുനിക ശാസ്ത്രം എങ്ങനെ മോഡേൺ സയൻസ് ആൻഡ് സെൽഫ് അവയർനെസ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നൊന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. നമ്മുടെ ആത്മീയ അത്രയെ ആധുനിക ശാസ്ത്രം എങ്ങനെ ആണ് പിന്തുണക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഘടകമാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും. മനസ്സ്, അതായത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ മനസ്സിനെ പുനഃക്രമീകരിക്കാനുള്ള ശാസ്ത്രീയമായ ഒരു കഴിവിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പൊതുവെ ഉണ്ടാകുന്ന നമ്മുടെ ദാരിദ്ര്യബോധം, എന്താ പറയാ, ഇൻകംപ്ലീഷൻസ്, ഫിയർ, കുറ്റബോധം, അപകർഷതാബോധം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി ബോധ മനസ്സിന്റെ പാറ്റേൺസുകളായിട്ട് മാറിയിട്ടുണ്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും കേട്ട് അറിയാതെ വന്നു പോകുന്ന ചില സംഭവങ്ങളാണ്. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല, അറിയാതെ നമ്മളിൽ അന്തർലീനമായി ആകുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നത് നമ്മുടെ തലച്ചോറിനെ സ്വയം പുനർനിർമ്മിക്കാനുള്ള കഴിവാണ്. അപ്പോൾ ഈ നാം ചിന്തിക്കുന്നതും ആവർത്തിക്കുന്നതും നമ്മുടെ തലച്ചോറിനെ ആ ചിന്തകളുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ചിന്തകളെ മാറ്റുമ്പോൾ, നമ്മളുടെ ആവർത്തികളെ മാറ്റുമ്പോൾ, നമ്മൾ പറയുന്ന കാര്യത്തെ, ആവർത്തിക്കപ്പെടുന്ന കാര്യത്തെ നമ്മൾ മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തലച്ചോറിന്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി സ്വഭാവം വെച്ചുകൊണ്ട് അവിടെ എല്ലാം റീപ്രോഗ്രാമിംഗ് ആവുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ തലച്ചോറിനെ ആ ചിന്തകളുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കണം എന്നുള്ളത്. അപ്പൊ ധ്യാനം, ജേർണലിംഗ്, അഫർമേഷൻസ് തുടങ്ങിയ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക്സിനെ മാറ്റാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധാരണ എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ നമ്മൾക്ക് ഇതിനകത്ത് മെച്ചപ്പെടുത്താൻ വളരെയധികം സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വൈകാരികമായ ഓർമ്മകളെ നമുക്ക് മാനേജ് ചെയ്യാൻ അതുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് സമാധി എന്ന് പറയുന്നത്. അഹംബോധമില്ലാത്ത ഏകത്വമുള്ള ബോധാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്ന കാര്യമാണ്. ശാസ്ത്രീയമായിട്ട് അത് വിസ്കോൺസിൻ യൂണിവേഴ്സിറ്റിയിലെ റിച്ചാർഡ് ഡേവിഡ്സൺ എന്ന് പറയുന്ന അവരുടെ പഠന റിപ്പോർട്ടുകൾ ഒരുപാട് നമ്മൾ വായിക്കുന്ന, ലളിതമായി പറയാണ്, പഠനത്തിൽ കാണിക്കുന്ന വർഷങ്ങളോളം ധ്യാനിക്കുന്ന ടിബറ്റിലെ സന്യാസിമാരൊക്കെ അവർക്ക് നല്ല ശ്രദ്ധയും ഓർമ്മശക്തിയും അനുകമ്പയും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അതിന് തലച്ചോറിന്റെ ഗ്രേ മാറ്റർ എന്ന് പറയുന്ന ആ ഭാഗത്തിന്റെ സാന്ദ്രത വർദ്ധിച്ച് കാണുന്നു എന്നുള്ളതാണ്. ഇനി ഈ കാര്യത്തിൽ ക്വാണ്ടം ഫിസിക്സ് എങ്ങനെയാണ് കാണുന്നത് എന്ന് പറയാം. ക്വാണ്ടം ഫിസിക്സ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്, അല്ലെ, ക്വാണ്ടം ഫിസിക്സും കോൺഷ്യസ്നെസ്സും കമ്പൈൻ ചെയ്യുന്നത് ബോധത്തിന്റെ നൂതനമായ അളവുകളെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഒരുപാട് സംസാരിക്കുന്നത്. അപ്പൊ ക്വാണ്ടം ഫിസിക്സ് നമ്മുടെ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ച ഒരു പുതിയൊരു സിദ്ധാന്തമാണ്. ആ തത്വം ഇങ്ങനെയാണ്: ഒബ്സർവർ ക്രിയേറ്റ് റിയാലിറ്റി എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു വസ്തു കാണുന്നത് വരെ ആ വസ്തുവിന് എക്സിസ്റ്റൻസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു വസ്തുവിനെ കാണുമ്പോൾ മാത്രമാണ് ആ വസ്തു അവിടെ ഉള്ളത് എന്നുള്ള ഒരു തത്വം. അതായത് ഒരു വസ്തു അല്ലെങ്കിൽ അവസ്ഥ നിരീക്ഷകൻ നോക്കുന്നത് വരെ ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അത് കുറേ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യമാണ്. നമുക്ക് മനസ്സിലാക്കാൻ ഇത് നമ്മുടെ റിയാലിറ്റിയാണ്. നമ്മൾ ഒരു സംഭവത്തെ കാണുന്നത് വരെ ആ സംഭവം അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ കാണുമ്പോൾ മാത്രമാണ് അത് ഉള്ളത് എന്നുള്ള തത്വം മനസ്സിലാക്കുക. ഇത് ആത്മീയമായി നമ്മൾ പറയുന്നത്, നമ്മൾ എന്തെല്ലാം നമ്മുടെ എന്ന് അവകാശപ്പെടുന്നു അതാണ് നമ്മുടെ യാഥാർത്ഥ്യം എന്നറിയുക. ഉപനിഷത്ത് ഇതിന് യത് പിണ്ടേ തത് ബ്രഹ്മാണ്ഡേ എന്ന് പറയും. എന്താണോ പിണ്ടത്തിൽ അല്ലെങ്കിൽ വ്യക്തിയിൽ, അതേ ശക്തിയാണ് ബ്രഹ്മാണ്ഡത്തിലും ഈ പ്രപഞ്ചത്തിലുമുള്ളത് എന്ന് പറയുന്ന ഒരു തത്വം. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു രീതി പറഞ്ഞ, അപ്പൊ നമ്മൾ ഒബ്സർവർ ക്രിയേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മളായി തീരുന്നു എന്ന് പറയുന്ന ലളിതമായ ഒരവസ്ഥ. നമ്മൾ എന്ത് വേണം, അതായത് നമ്മളാണ് നമ്മളുടെ അവസ്ഥയെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ നോക്കുന്നത് വരെ അതവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ള അവസ്ഥ അറിയുക. അതുപോലെ തന്നെ ക്വാണ്ടം ഫീൽഡ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അത് പറയുന്നത് എവറിഥിങ് ഈസ് എൻ എനർജി, ഒബ്സർവർ ഷേപ്പ് റിയാലിറ്റി എന്ന്. ഈ പ്രപഞ്ചത്തിലെല്ലാം നിറഞ്ഞിരിക്കുന്നു, ഒന്നും ഇല്ലാതില്ല, ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടതിന് ഒബ്സർവറിന് അതിന്റെ റിയാലിറ്റിയെ ഷേപ്പ് ഉണ്ടാക്കി, ആ റിയാലിറ്റിയെ ഷേപ്പ് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ അതായത് നീ കാണുന്നത്
നീ വിശ്വസിക്കുന്നതിന്റെ ഉപോൽപ്പന്നമാണ് എന്നതാണ്. നീ എന്താണോ കാണുന്നത് അത് നീ വിശ്വസിക്കുന്നതിന്റെ ഉപോൽപ്പന്നമാണ്, അല്ലാതെ ആ സംഭവം അവിടെ ഇല്ല. നീ കാണുന്നത് വരെ അത് അവിടെ ഇല്ല എന്ന് പറയുന്നത് പോലെ നീ തന്നെയാണ് നിന്റെ റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. എവറിത്തിങ് ഈസ് എനർജി, ഒബ്സർവർ ഷേപ്പ് ദ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു തത്വം. ഇത് മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് അത് ശാസ്ത്രീയമായ ഒരുപാട് പഠനങ്ങളുണ്ട്. ഡബിൾ ഷിഫ്റ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ക്വാണ്ടം കണിക സിദ്ധാന്തം, അത് നിരീക്ഷിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ച് വ്യത്യസ്തമായി പെരുമാറുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങൾ കിട്ടാൻ പറ്റും, കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൂടുതൽ പോകുന്നില്ല. അപ്പോൾ അത് നമ്മളുടെ മാനസികാവസ്ഥ എന്താണോ അത് നമ്മുടെ യാഥാർത്ഥ്യത്തെ നിർണയിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒബ്സർവർ എഫക്റ്റ് എന്ന് അതിന് പറയും. അപ്പൊ നീ കരുതുന്നതാണ് നിന്റെ ഭാവി എന്ന് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന തത്വം തന്നെ. അപ്പൊ നിങ്ങളുടെ ചിന്ത, തോട്ട്സ് എനർജി ആൻഡ് ക്രിയേഷൻ എനർജി ആയി മാറുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താൻ കഴിയും എന്ന് മാത്രം ലളിതമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ ചിന്തിക്കുന്നത് എന്തോ അത് നീ അതായി തീരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ലളിതമായി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. കൂടുതൽ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ ചാനൽ ഇത്രയും സമയം കേട്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഇതുപോലത്തെ ക്ലാസ്സുകൾ നമ്മൾ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതൊക്കെ കാണുക, എന്നിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ള. അപ്പൊ എനർജി മെഡിസിൻ, എനർജിയുമായി ബന്ധപ്പെട്ട ഫ്രീക്വൻസി അലൈൻമെന്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. നാം എല്ലാവരും ഒരു ഊർജത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഓരോ ചിന്തകൾക്കും ഓരോ വികാരത്തിന് പോലും ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ടാകും എന്നറിയുക. അപ്പൊ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ താഴ്ന്ന ഫ്രീക്വൻസിയും പോസിറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഉയർന്ന ഫ്രീക്വൻസിയും ഉണ്ടാകും. അപ്പൊ പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാക്കാനാണ് നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാക്കാൻ നമ്മൾ പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത് ഓട്ടോമാറ്റിക് നമ്മുടെ സമൂഹത്തിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും ഉണ്ടാവുന്നുള്ള. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വൈകാരികമായിട്ടുള്ള നിയന്ത്രണത്തിലേക്കും ഹാർട്ട് ബ്രെയിൻ കോൺഫറൻസ് എന്ന് പറയുന്ന ഹാർട്ട് ഫോക്കസ്ഡ് മെഡിറ്റേഷൻ പോലുള്ള ആ മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മുടെ വൈകാരികമായ നിയന്ത്രണത്തിലേക്ക്, കൂടുതൽ വ്യക്തതയിലേക്ക്, അവബോധത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഈ സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യണം, കാരണം കുറെ സമയം പറഞ്ഞ് കേൾക്കാനുള്ള, ഇത് ഒരുപാട് പറയേണ്ട വിഷയമാണ്. അപ്പൊ ആത്മസാക്ഷാത്കാരം എന്നുള്ളത് ഒരു ദാർശനിക യാത്ര മാത്രമല്ല, അത് നമ്മളുടെ സങ്കല്പങ്ങളുടെയും മറ്റ് ഭയങ്ങളുടെയും വിഷാദങ്ങളുടെയും ആന്തരിക അവബോധത്തിലേക്കുള്ള ഒരു ശാസ്ത്രീയമായ യാത്ര കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വയം അറിയുക എന്നത് ഒരു തത്വചിന്തയല്ല, അത് മനസ്സിലാക്കേണ്ട ശാസ്ത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിനെ പ്രവർത്തിപ്പിക്കേണ്ട ഒരു പ്രക്രിയയാണ്. ഈ സെഷനിലൂടെ നമ്മൾ കണ്ടത് നമ്മുടെ പുരാതന ആത്മീയ ജ്ഞാനവും ആധുനിക ശാസ്ത്രവും ഒക്കെ ഒരേ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ അനന്തമായ ശക്തിയെ, നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അനന്തമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തി നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ സ്രഷ്ടാവാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ലളിതമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ യാത്ര നമ്മൾ എവിടെ കൊണ്ടെത്തിക്കുന്നു എന്ന് വെച്ചാൽ, വിശ്വാസത്തിൽ നിന്നും ശാസ്ത്രത്തിലേക്കും, തത്വത്തിൽ നിന്നും അനുഭവത്തിലേക്കും, ആത്മബോധത്തിൽ നിന്നും സൃഷ്ടികളിലേക്കും നമ്മൾ എത്തുന്നു. നിങ്ങളാകുന്നത് നിങ്ങൾ തന്നെ നിങ്ങളെ കാണുന്നതിലൂടെയാണ് എന്നും, ഇനി നിങ്ങൾക്ക് ഉയരാനും ഉണരാനും അറിയാനും നിങ്ങളെ തന്നെ പുനർ ആവിഷ്കരിക്കാനും സാധിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം.